യെസ്. സോ എല്ലാവർക്കും ഹായ്, ഹലോ, നമസ്കാരം. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം അല്ലെ, മെയ് 2 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് നിങ്ങളുടെ അടുത്തുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഘട്ടം, അതായത് മെയ് 2 ഉള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം തന്നെ നിങ്ങൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിലിംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ആണ്. എത്രയും പെട്ടെന്ന് ആ സ്റ്റേജ് എഴുതി തീരുന്നോ നമുക്ക് അത്രയും നല്ലതാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് ടെസ്റ്റ് സീരീസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് അതിന്റെ കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇതുവഴി നിങ്ങളുടെ റിവിഷനും നടക്കും, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ പ്രിലിംസ് വെറും ഒരു ക്വാളിഫയിങ് പരീക്ഷയാണ്. അത് ജയിക്കാനുള്ള സ്ട്രാറ്റജി നമ്മൾ പല വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള കുട്ടികളുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. നമ്മുടെ ചാനലിൽ ഡിഗ്രി പ്രിലിംസ് 2026 എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അത് കണ്ടെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ കിട്ടും, സ്റ്റഡി പ്ലാൻ കിട്ടും, സ്ട്രാറ്റജി കിട്ടും, എല്ലാം അവിടെ സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഈ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്തു. അപ്പൊ അതിന്റെ ഡിസ്കഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് ഫ്രീ ഫോർ ഓൾ ആണ്. എല്ലാവരും ആ ടെസ്റ്റ് ആപ്പിൽ പോയി ചെയ്യുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ധാരാളം ചോദ്യങ്ങൾ ആ PDF നിന്ന് വന്നിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിലേക്ക് പോവാം. നമ്മുടെ അജണ്ട എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ഇങ്ങനെ വാതിക്കൽ വന്ന് മുട്ടി നിൽക്കുക. ഈ സമയം നമുക്ക് സിലബസ് A to Z പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. പരീക്ഷ പാസ്സായാൽ മതി. കാര്യം പ്രിലിംസിന് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്കോർ വാങ്ങിക്കുക, പരീക്ഷ പാസ്സാവും. മെയിൻസിനാണ് നമ്മൾ ഓരോ മാർക്കും വേണ്ടിയുള്ള ഫൈറ്റ് നടത്തേണ്ടത്. പ്രിലിംസ് ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് വലിച്ചു വാരി പഠിച്ച സമയങ്ങളിൽ ഹോട്ട് ടോപ്പിക്സിന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. PDF എല്ലാം തന്നിട്ടുണ്ട്, പഠിക്കുക. നമ്മുടെ ബാച്ചിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സിനകത്ത് കൂടുതൽ സ്ട്രെസ് നടത്തിക്കൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ എല്ലാം വരാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മനസ്സിലാക്കുക, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക്. വലിച്ചു വാരി പഠിക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കാണുന്നെങ്കിൽ പോലും 2x പിന്നിട്ട് കാണും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, യെസ്. നമുക്ക് ആദ്യം ഒന്നാമത്തെ ചോദ്യം ഒന്ന് പരിചയപ്പെടാം. ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? ഹിസ്റ്ററി എന്ന ചോദ്യമാണ്. സ്ഥിരമായി PSC വരുന്ന ഒരു ഹോട്ട് ഏരിയ ആണ് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി. ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ഇതൊക്കെ PSC പഠിച്ചു തുടങ്ങുന്ന കൊച്ചു കുട്ടികൾ പോലും അറ്റൻഡ് ചെയ്യുന്ന ചോദ്യമാണ്, അല്ലെ? എന്തായിരുന്നു ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സിയുടെ പ്രത്യേകത എന്നൊക്കെ ചോദ്യമാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷനുമായിട്ടാണ് ഇൽബർട്ട് ബില്ലിന് ബന്ധമുള്ളത്? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? നമുക്ക് ഇൽബർട്ട് ബിൽ ചുരുക്കി ഒന്ന് പറയാം. വളരെ ചുരുക്കി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ചോദ്യം മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനകത്ത്? യെസ്, റെക്കോർഡ് കിട്ടും കേട്ടോ, റെക്കോർഡിങ് കിട്ടും. ക്വസ്റ്റ്യൻ മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ? 4 ഓപ്ഷൻസും കാണാൻ പറ്റുന്നില്ല തോന്നുന്നു, അല്ലെ? ഇല്ല. ഓക്കെ, ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 1 സെക്കൻഡ്. യെസ്, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? അല്ലേ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം ABCD, ഇപ്പം D വരെയുള്ളതെല്ലാം വരുന്നുണ്ടല്ലോ. യെസ്, യെസ്, പെർഫെക്റ്റ്. ഓക്കെ, അഗെയിൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് ലൈവ് പോകുന്നത്. നമ്മളൊരു ലേണിംഗ് സ്റ്റേജിലാണ്, അതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഫീഡ്ബാക്ക് ആണെങ്കിൽ അപ്പോൾ തന്നെ ഷെയർ ചെയ്യാം. റൈറ്റ്, എന്തായിരുന്നു ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി? എന്തായിരുന്നു ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി? നമുക്കറിയാം, ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ജുഡീഷ്യറി ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത്. പക്ഷെ അവരുടെ മഹാമനസ്കതയുടെ പേരിൽ അവരൊരു കാര്യം ചെയ്തു. ജുഡീഷ്യറിയിൽ ഇന്ത്യക്കാരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അതായത് ജഡ്ജിമാരായിട്ടും മറ്റു പല വക്കീലന്മാർ രൂപത്തിലൊക്കെ ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷുകാർ ജോലി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വരുന്നു, ഇന്ത്യയെ കീഴടക്കുന്നു, പക്ഷെ ഇന്ത്യൻസിനാണ് ജോലി കൊടുക്കുന്നത്. ജഡ്ജി എന്നൊക്കെ വെച്ചാൽ വളരെ പവർഫുൾ പോസ്റ്റ് ആണല്ലോ. അപ്പൊ ഇത് കണ്ട് എല്ലാവരും വിചാരിച്ചു, ബ്രിട്ടീഷുകാർ എത്ര നല്ല മനുഷ്യർ, മഹാമനസ്കർ, അല്ലെ? പക്ഷേ ബ്രിട്ടീഷുകാർ ചെയ്തൊരു നെറികേടുണ്ട്. അതായത് ഒരു ഇന്ത്യക്കാരനായ ജഡ്ജിക്ക് ഒരിക്കലും ഒരു ബ്രിട്ടീഷുകാരനെ വിചാരണ ചെയ്യാനുള്ള അവകാശമില്ല.
ഒരു ബ്രിട്ടീഷുകാരനെ വിചാരണ ചെയ്യണമെങ്കിൽ അതൊരു ഇംഗ്ലീഷുകാരൻ, ബ്രിട്ടീഷുകാരനായ ജഡ്ജി തന്നെ വേണം. ഇത് വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ? ജുഡീഷ്യൽ ഡിസ്ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റേസ് എന്നൊക്കെ തന്നെ പറയും. അതായത് ഇന്ത്യക്കാരനായതുകൊണ്ട് അവനൊരു ഒരു വെള്ളക്കാരനെ വിചാരണ ചെയ്യാൻ അവകാശമില്ലെന്ന് പറയുന്നത്. ഇത് വളരെ മോശപ്പെട്ട ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഈ സിസ്റ്റത്തിനെ എടുത്ത് കളയാൻ വേണ്ടി ഇൽബർട്ട് എന്ന് പറയുന്ന ഒരു മഹാനായ ജൂറിസ്റ്റ് കൊണ്ടുവന്ന ഒരു ബില്ലാണ് ഇൽബർട്ട് ബിൽ. നമുക്കറിയാം, ബില്ലാണ് നിയമത്തിന്റെ കരട് രൂപം. ഈ ബില്ല് പാസ്സായ ലോ ആവും. ലോ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെറ്റാണ് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി. ഇതൊക്കെ നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ്, ഡിഫിക്കൽട്ട് ചോദ്യമല്ല. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് എടുക്കേണ്ട ഇൻസൈറ്റ് എന്താണ് ഗൈസ്? എന്താണ് ഇൻസൈറ്റ്? ഇൽബർട്ട് ബില്ലിനെ അല്ലെങ്കിൽ ഇൽബർട്ടിന്റെ എന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് എത്ര പേർക്ക് അറിയാം? ഇൽബർട്ട് എന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് എത്ര പേർക്ക് അറിയാം? അടുത്ത PSC എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഇൽബർട്ട് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ ജോൺ ഇൽബർട്ട്, ഓപ്ഷൻ ബി തോമസ് ഇൽബർട്ട്, ഓപ്ഷൻ സി കോർട്ട്നി ഇൽബർട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇൽബർട്ട് എന്ന വ്യക്തിയെ പറ്റി എല്ലാം അറിയാം, പക്ഷെ അയാളുടെ പേര് ഒഴിച്ച്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണെന്ന് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചിട്ട് പോവാം. ക്ലിയർ ആണല്ലോ? അതിന്റെ ഫുൾ നെയിം എന്താണ്? കോർട്ട്നി ഇൽബർട്ട്. ഓക്കെ, ബാക്കിയുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ആൻസർ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ PDF മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, അസോസിയേറ്റഡ് ഫാക്ടുകൾ മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രിലിംസിന് മാർക്ക് കൂടും. ഒരു സംശയം വേണ്ട. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യം ഞാൻ കൊണ്ടുവന്ന റീസൺ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് UPSC സിവിൽ സർവീസ് പ്രിലിംസിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ ചോദ്യത്തിന്റെ മാതൃകയിൽ ധാരാളം ചോദ്യങ്ങൾ കേരള PSC ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇനി റിപ്പീറ്റഡ് ആവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ ഹിസ്റ്ററിയുടെ ഒരു ആധികാരിക ടെക്സ്റ്റ് ആണ്, നമുക്കൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് ആണ് സ്പെക്ട്രം. രാജീവ് അഖർ എന്ന് പറയുന്ന ഒരു IPS എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. അപ്പൊ അതിനകത്തൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്, എക്കണോമിക് ക്രിറ്റിസിസം ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നാണ് അത് പറയുന്നത്. അവിടെ നിന്നാണ് ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ 99% വരുന്നത്. 99% വരുന്നത്. അതുകൊണ്ട് നമുക്കതൊന്ന് പഠിക്കാം. ചോദ്യം ഇതാ, 3 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് UPSC വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ ആരൊക്കെയാണ് ഹൂ വെയർ ദ എക്കണോമിക് ക്രിട്ടിക്സ് ഓഫ് കൊളോണിയലിസം ഇൻ ഇന്ത്യ? അതായത് ബ്രിട്ടീഷുകാരുടെ ആ പന്ന കൊളോണിയൽ സംസ്കാരത്തിനെ, അത് നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുത്തുന്ന പ്രശ്നങ്ങളെ പറ്റി ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള ഈ കൂടുതൽ ആരൊക്കെയാണോ ചോദ്യം, അല്ലെങ്കിൽ കൊളോണിയൽ എക്കണോമിക് തിങ്കേഴ്സ് എന്ന് പറയാം. യെസ്, നിങ്ങളുടെയൊക്കെ ആൻസർ കറക്റ്റ് ആണ്. ഇവരെല്ലാവരും ബ്രിട്ടീഷർക്കെതിരായിട്ട് വിമർശനം നടത്തിയിട്ടുണ്ട്. ദാദാഭായ് നവറോജിയെ എല്ലാവർക്കും അറിയാം അല്ലെ? G സുബ്രഹ്മണ്യ അയ്യരെ കുറച്ചു പേർക്ക് അറിയാം. RC ദത്തിന് അതിലും കുറച്ചു പേർക്ക് അറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ 3 പേരും ബ്രിട്ടീഷുകാരുടെ എക്കണോമിക്സ് നയത്തിനെതിരായിട്ട് പടപൊരുതിയിട്ടുള്ള ഒരാളാണ്. ഇവിടെ നമുക്ക് എങ്ങനെ കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറ്റും? ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഞാൻ സിമ്പിൾ ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ കൂട്ടത്തിൽ കേളപ്പൻ ഉണ്ടെന്നിരിക്കട്ടെ, കേളപ്പൻ അദ്ദേഹം ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹം ഇതിന്റെ ഉത്തരത്തിൽ വരാൻ സാധ്യതയുണ്ടോ? യെസ്. ബ്രിട്ടീഷുകാർക്കെതിരായി പടപൊരുതിയിട്ടുള്ള എല്ലാവരും ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ എക്കണോമിക് പോളിസീസ് അല്ലെ, അതിനെപ്പറ്റി വിമർശനം ഉന്നയിക്കാതിരിക്കുമോ? ഗാന്ധിജി ഇതിനകത്തുണ്ടെങ്കിൽ ഗാന്ധിജി വരത്തില്ലേ? ഞാൻ പറയുന്നതിന്റെ കോമൺ സെൻസിന്റെ തലം നിങ്ങൾക്ക് മനസ്സിലായോ? കോമൺ സെൻസിന്റെ തലം. ഗാന്ധിജിയാണ്. ശ്രീനാരായണ ഗുരു ഉണ്ടെന്ന് പറഞ്ഞാലോ, അത് കുറച്ച് എക്സ്ട്രീം ആണ്. അദ്ദേഹം റിനൈസൻസ് ലീഗാണ്, അത് ഇരിക്കട്ടെ. ഇതിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസിക്ക് എതിരായിട്ട് എന്തെങ്കിലും എവിടെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പഠിച്ച മാർക്ക് വാങ്ങിക്കുന്നതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് മാർക്ക് വാങ്ങിക്കണം. ഇവരൊക്കെ എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനികളാണെങ്കിൽ അവരെന്തായാലും ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസിക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ജവഹർലാൽ നെഹ്റു ഉണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു അതിന്റെ ആൻസർ ആയിരിക്കും. ഒരു അപ്രോച്ച് കിട്ടിയോ? നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടിയോ? യെസ്. ജിന്ന ഉണ്ടെങ്കിലോ? ജിന്ന മുഹമ്മദ് അലി ജിന്ന ഉണ്ടായിരുന്നെങ്കിലോ? ഓക്കെ, പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന. ഈ ഓപ്ഷൻസ് ഉണ്ടെങ്കിലോ ഇത് വരുമോ? യെസ്. ഈ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യക്കാരെ സംബന്ധിച്ച് ജിന്ന വില്ലനാ, സമ്മതിക്കണം. പക്ഷെ പാകിസ്ഥാൻകാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ബ്രിട്ടീഷുകാർക്ക് ഇപ്പൊ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന കൂട്ടത്തിൽ ബ്രിട്ടീഷുകാർ വിമർശിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അത്രയുള്ളതിന്റെ ലോജിക്. നമ്മൾ ഇതുപോലെ ബ്രെയിൻ സ്റ്റോം ചെയ്യണം അല്ലെ?
എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സോ അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസ് നമ്മൾ സ്വയം എടുത്തിട്ടിട്ട് ഈ പറഞ്ഞ ഫാക്ടുകൾ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോജിക്കിന്റെ മൂർച്ച കൂടും. ഇതിന്റെ അസോസിയേറ്റഡ് ഫാക്ടുകൾ ധാരാളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുക, ഇതൊക്കെ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് പുതിയ എക്കണോമിക് തിങ്കേഴ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഭാസ്കർ തരാക്കർ, ബാബു മഹാജൻ, രാമകൃഷ്ണ വിശ്വനാഥ്, ഇതുപോലെയൊക്കെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പുതിയ ആൾക്കാരെ പറ്റിയും ചോദ്യം വരാൻ പോകും. ഓക്കെ, അത് ഒന്ന് നോക്കിയോളൂ. ഇവിടെ അസോസിയേറ്റ് ഫാക്ടറിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ നിന്ന് റാങ്ക് മേക്കിംഗ് ആയിട്ട് മുൻപ് വന്നിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കണം, എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് പറയണം. ദാദാഭായ് നവറോജിയുടെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം ഏതാണ്? യെസ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ദാദാഭായ് നവറോജിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സിദ്ധാന്തം എന്താ? ചോർച്ചാ സിദ്ധാന്തം, ട്രെയിൻ ഓഫ് വെൽത്ത് തിയറി. അതായത് ഇന്ത്യയുടെ സമ്പത്ത് മൊത്തം ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ട് പോകുന്നുള്ള തിയറിയാണ് അല്ലെ. അതും എല്ലാവർക്കും അറിയാം. അപ്പൊ എന്റെ ചോദ്യം, ദാദാഭായ് നവറോജി ആദ്യമായിട്ട് ഏത് പുസ്തകത്തിലാണ്, എവിടെയാണ് ട്രെയിൻ ഓഫ് വെൽത്തിനെ പറ്റി പറയുന്നത്? അതാണ് എന്റെ ചോദ്യം. ദാദാഭായ് നവറോജി ആദ്യമായി ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി, ചോർച്ചാ സിദ്ധാന്തത്തിനെ പറ്റി പറയുന്നത് ഏത് പുസ്തകത്തിലാണ്? ഓക്കെ, എന്നാൽ സ്വാഭാവികമായിട്ട് വിചാരിക്കും അത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്നുള്ള പുസ്തകമാണ്. അത് PSCക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് PSC പണ്ടാ ചോദ്യം ചോദിച്ച് നമ്മളെ പറ്റിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് പറയുന്നത് ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്. ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആൻസർ കൊടുത്തു. ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ, ഇംഗ്ലണ്ട് ഇന്ത്യക്ക് തരാനുള്ള കടം എന്ന് പറയുന്ന പ്രബന്ധം അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് 1867 അവതരിപ്പിക്കുന്നത്. ഇവിടെയാണ് ട്രെയിൻ ഓഫ് വെൽത്ത് തിയറി ആദ്യമായി ദാദാഭായ് നവറോജി ഒരു പബ്ലിക് ഫംഗ്ഷനിൽ അവതരിപ്പിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ 1901 പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിലും അദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ കീവേഡ് ശ്രദ്ധിക്കണം, ആദ്യമായി പറഞ്ഞത് ഏത് പ്രബന്ധത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ ആണ്. അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ് ദാദാഭായ് നവറോജി ട്രെയിൻ ഓഫ് വെൽത്ത് തിയറിയെ പറ്റി പറയുന്നത്? ഓപ്ഷൻസിനകത്ത് ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ ഇല്ല. അങ്ങനെ വരുവാണെങ്കിൽ ഓപ്ഷൻസിനകത്ത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യണം. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ശരി ഉത്തരം മാത്രമേ എഴുതൂ എന്നുള്ള വാശിയിൽ ഒരിക്കലും എക്സാം ഹോളിൽ ചെന്ന് കയറരുത്, പണി കിട്ടും. നമുക്ക് മാർക്ക് നേടിത്തരുന്ന ഒരു ഓപ്ഷൻ ആണ്, ആ ഓപ്ഷൻ മാത്രം ചൂസ് ചെയ്യാം. അപ്പൊ ഈ ഡേറ്റ ഇല്ലാത്ത ഒരാളായിരിക്കും ചോദ്യം ഇടുന്നത്, അയാൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരിക്കും. അപ്പൊ അയാൾ ഓപ്ഷനകത്ത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ കുറെ പഠിച്ച് മറിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതല്ലാന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ PSC ആൻസർക്ക് മാറ്റാനൊന്നും പോകുന്നില്ല. അപ്രോപ്രിയേറ്റ് ആൻസർ ഉണ്ട്. ശരി ഉത്തരം ഇല്ലെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷനകത്തുണ്ട്, നിങ്ങൾ ചൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? യെസ്, സെറ്റ് അല്ലേ? ഇതിന്റെ കുറെ അഡീഷണൽ ഡേറ്റാസ് നമുക്ക് വായിച്ചെടുക്കാം. ഇവിടെ നിങ്ങൾ ഒരു ഹൈ ഫോക്കസ് കൊടുത്ത് വായിക്കേണ്ടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹോം ചാർജസ് ആണ്. ഹോം ചാർജസ് ഇത് നമുക്ക് സിവിൽ സർവീസ് പ്രിലിംസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള PSCയിൽ വരാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. അതായത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ, ബ്രിട്ടന്റെ കോളനി ആണല്ലോ ഇന്ത്യ. അതിന്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡയമെൻഷൻസിൽ ഇന്ത്യയിൽ നിന്ന് കുറെ കാശ് ബ്രിട്ടീഷുകാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് RC ദത്തിന്റെ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഹോം ചാർജസിനുള്ള എന്തൊക്കെ കമ്പോണൻസ് വരുന്നുള്ളത്. തൽക്കാലം ഇതിന്റെ ബ്രോഡ് ആയിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസിന്റെ പേരിൽ ഇതിപ്പോ ഇന്ത്യയിൽ ഭരണം നടത്താൻ ബ്രിട്ടീഷുകാർക്ക് ഇത്ര രൂപ ചെലവായി. ആ കാശ് ബ്രിട്ടീഷുകാർ എവിടെ നിന്ന് എടുക്കുന്നത്? ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് എടുക്കുന്നത്. അതേപോലെ ഇന്ത്യയുടെ ഖജനാവ് അവരല്ലെങ്കിൽ തന്നെ കൊള്ളയടിക്കും, പിന്നെ എന്തിനാ ഇതും കൂടെ എടുക്കുന്നത്? മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നീട് ബ്രിട്ടീഷുകാർ പോളിസി മാറ്റുന്നുണ്ട് കേട്ടോ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതാണ് ഹോം ചാർജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ട്രെയിൻ ഓഫ് വെൽത്തിന്റെ വളരെ എസെൻഷ്യൽ കമ്പോണന്റ്. നവറോജിയെക്കാട്ട് അതിനെപ്പറ്റി ചർച്ച നടത്തിയിട്ടുള്ളത് RC ദത്ത് ആണ്. ഓക്കെ, കിട്ടിയ പിള്ളേരെ പറയുന്നത് കിട്ടുന്നുണ്ടോ? ഞാൻ പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ? പുതിയ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? പുതിയ ടോപ്പിക്സ് കിട്ടുന്നുണ്ടോ? യെസ്, ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെ. ഇന്ത്യയിൽ ചിപ്കോ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? സ്ഥിരം ചോദ്യമാണ്, ഇത് വലിയ ഡിസ്കഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് വർഷം? യെസ്, 1973 അല്ലെ. വെരി ഗുഡ്, 1973. യെസ്, GK ഗോൾഡ്, സുചിത്ര, വിനിഷ, ഗുഡ് ഗുഡ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്?
ഈ ചിപ്കോ മൂവ്മെന്റിനെ സംബന്ധിച്ച് ചോദിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ആരാണ് ചിപ്കോ മൂവ്മെന്റിന്റെ നായകൻ? ആരാണ് ഇതിന്റെ ലീഡർ? യെസ്, കറക്റ്റ്. ഈ ഒരു ടേബിൾ എല്ലാവരും പഠിച്ചിട്ട് വേണം. ചിപ്കോ മൂവ്മെന്റിന്റെ ലീഡർ നേതാവെന്ന് പറയുമ്പോൾ സുന്ദർലാൽ ബഹുഗുണയാണ്. വിഷ്ണോയ് മൂവ്മെന്റിന്റെ നേതാവെന്ന് പറയുമ്പോൾ അമൃത ദേവിയാണ്. സൈലന്റ് വാലി മൂവ്മെന്റ് അത് നമുക്കറിയാം, സ്ഥിരം ചോദ്യം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ഇതിനകത്ത് യെസ്, സേവ് സുന്ദർബൻസ് നമുക്കിനി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു കേട്ടോ. സെറ്റ് അല്ലേ? യെസ്, അംബരീഷ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ്. എന്റെ കൂടെ നിരുന്നേ, എല്ലാവരും എന്റെ കൂടെ ഒന്ന് കട്ടൊക്കെ നിരുന്നേ. ഇത് കാണുമ്പോൾ പെട്ടെന്ന് കിളിപോയ ചോദ്യമാണെന്നൊക്കെ തോന്നും, ബട്ട് ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നോക്കൂ, അസേർഷൻ റീസണിങ് ചോദ്യമാണ് എല്ലാവർക്കും ഭയമുള്ളത്. അസേർഷൻ റീസണിങ് ചോദ്യത്തിന് ഭയപ്പെടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ബിക്കോസ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ഏറ്റവും പോകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതാണ്. പക്ഷെ ഇത് സ്കിപ്പ് അടിക്കാമെന്ന് വിചാരിക്കേണ്ട, നമുക്ക് ഇതൊക്കെ മാർക്ക് നേടിത്തരാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? മിനിയേച്ചർ പെയിന്റിങ്സ് അല്ലെ? മിനിയേച്ചർ പെയിന്റിങ്സ് അല്ലെ? മിനിയേച്ചർ പെയിന്റിങ്സ്. മുഗൾ ഭരണം അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാര് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന മിനിയേച്ചർ പെയിന്റിങ്സ് എന്ന് പറയുന്നത് പേർഷ്യൻ പെയിന്റിങ്ങിന്റെ ഒരു ബ്രാഞ്ച് ആയിരുന്നു എന്ന് പറയുന്നത്. ഒരു ബ്രാഞ്ച്. ഇത്രയും ഡീപ്പായിട്ട് മിനിയേച്ചർ പെയിന്റിങ്ങിനൊക്കെ പറ്റി പഠിക്കണോ? ആർട്ട് ആൻഡ് കൾച്ചറിന് ഇത്ര ഡെപ്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമോ? സംശയമാണ്. അതോട്ടിരിക്കട്ടെ. റീസണിങ് എന്താ പറയുന്നത്? അൺലൈക്ക് പേർഷ്യൻ പെയിന്റിംഗ്, മുഗൾ പെയിന്റിങ്സ് വാസ് എസെൻഷ്യലി സെക്യുലർ, ബീങ് ഇന്റൻഡഡ് നോട്ട് ഫോർ ഡിവോട്ട് ബട്ട് ഫോർ കൾച്ചർ. അതായത് പേർഷ്യൻ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ കൂടുതലും മതപരമായിട്ടുള്ള പെയിന്റിങ്സ് ആയിരുന്നു. പക്ഷേ മുഗൾ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ സെക്യുലർ ആണെന്നാണ് പറയുന്നത്. സെക്യുലർ ആണ്. അതായത് ഇപ്പൊ രാജാ രവിവർമ്മയുടെ പെയിന്റിങ്സ് ഒക്കെ സെക്യുലർ ആണെന്ന് പറയാം. എന്തുകൊണ്ട്? അത് എല്ലാം സെക്യുലർ തീംസ് ആണ്. അച്ഛൻ വരുന്നു, അമ്മ വരുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ, ഒരു പുരുഷന്റെ ഫോട്ടോ, നായാട്ടിന്റെ ഫോട്ടോ. പക്ഷെ അജന്ത എല്ലോറയിലെ ചുവർച്ചിത്രങ്ങളിലേക്ക് പോയാലോ അത് കൂടുതൽ റിലീജിയസ് അല്ലേ? ദൈവങ്ങളുടെ പടങ്ങൾ, അതിന്റെ പടങ്ങൾ, ഇതിന്റെ പടങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ചുവർച്ചിത്രങ്ങളിലേക്ക് പോയാലും മ്യൂറൽസ്, അതും ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു റിലീജിയന്റെ ഡിനോമിനേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ആണ് കൂടുതൽ വരിക അല്ലെ? അപ്പോ സെക്യുലർ പെയിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് എലമെന്റ്സ് ഇല്ലാത്ത പെയിന്റിംഗ്. ഇപ്പൊ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലെ കല്യാണം, മരണം, അല്ലെങ്കിൽ നായാട്ട്, ചായ കുടിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഒരാൾ ചുമ്മാ നിൽക്കുന്നു, അതൊക്കെയാണ് സെക്യുലർ പെയിന്റിങ്സ് എന്ന് പറയുന്നത്. ടെക്നിക്കലി ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ ഓർത്ത് തന്നാലും മതി, ആൻസർ കിട്ടും. സോ നിങ്ങൾ തൽച്ചർ ഒന്ന് ഉപയോഗിച്ചേ. സ്റ്റേറ്റ്മെന്റ് എയിൽ പറയുന്നു പേർഷ്യൻ പെയിന്റിങ്ങിന്റെ ബ്രാഞ്ച് ആണ് ഇന്ത്യയിലെ മിനിയേച്ചർ പെയിന്റിംഗ്. ഇതില് റീസണിങ്ങിനകത്ത് പറയുന്നു പേർഷ്യൻ പെയിന്റിംഗ് റിലീജിയസ് ആണ്, മ്യൂറൽ പെയിന്റിംഗ് ഇന്ത്യയിലെ മിനിയേച്ചർ പെയിന്റിങ്സ് സെക്യുലർ ആണെന്ന് പറയുന്നത്. എന്താണ് ഇത്? അലുവേ മത്തിക്കറി പോലില്ലേ? ഒന്നിനകത്ത് പറഞ്ഞത് ബ്രാഞ്ച് ആണെന്ന്, രണ്ടിനകത്ത് പറഞ്ഞത് രണ്ട് ഡിഫറൻസ്. ഒരെണ്ണത്തിന്റെ ബ്രാഞ്ച് ആണ് മറ്റൊന്നെങ്കിലും മറ്റേതിന്റെ സ്വഭാവം കാണിക്കണ്ടേ? അപ്പോ സ്റ്റേറ്റ്മെന്റ് എയും ആറും ഒരുമിച്ച് ശരിയാവാൻ ഒക്കൂ? ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് അല്ലേ? എക്സാക്ട്ലി. ഒരിക്കലും അപ്പം സ്റ്റേറ്റ്മെന്റ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. നമുക്കത് അംഗീകരിക്കാൻ ഒക്കത്തില്ല. എയിൽ പറയുന്നത് ഇതിന്റെ ബ്രാഞ്ച് ആണ് ഇത്, ബിയിൽ പറയുന്നത് ഇതുമായിട്ട് തീമിന് ഒരു ബന്ധമില്ല. പക്ഷേ ബ്രാഞ്ച് ആകുമ്പോൾ എന്തെങ്കിലും ഇത് വേണ്ട. സ്റ്റേറ്റ്മെന്റ് എ തെറ്റല്ലേ? സ്റ്റേറ്റ്മെന്റ് എയിൽ എന്താ പറയുന്നത്? രണ്ടും ശരിയാണെന്നാണ് പറയുന്നത് അല്ലേ? ഇനി അടുത്തത് 3 ഓപ്ഷനേ ഉള്ളൂ. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്, എ ഈസ് ഫോൾസ്, ആർ ഈസ് ട്രൂ, ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ് എന്നാ പറയുന്നത് അല്ലേ? ഇനി നമുക്കൊരു റിസ്ക് എടുക്കണം. നിങ്ങൾ മുഗൾ ചിത്രങ്ങൾ നിങ്ങൾ ലൈഫിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മുഗൾ പെയിന്റിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മതപരമായിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. അപ്പം അക്ബർ ഒക്കെ നായാടാൻ പോകുന്നു അല്ലെ? ഹണ്ടിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ കല്യാണം, അത് ഇത്. അല്ലാതെ പ്രാർത്ഥിക്കുന്ന ഫോട്ടോസ് അങ്ങനെ അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നിങ്ങൾ NCERT എവിടെയെങ്കിലും ഒക്കെ മുഗൾ പെയിന്റിങ്സ് ഉണ്ടായിരിക്കുമല്ലോ. അതിനകത്ത് അത് ഭീകരമായിട്ടുള്ള രീതിയിൽ റിലീജിയസ് എലമെന്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതോ സെക്യുലർ പെയിന്റിംഗ് ആയിരുന്നോ? മുഗൾ ഭരണത്തിന്റെ ഒരു ബ്യൂട്ടി അതായിരുന്നു അല്ലെ? അവരുടെ ആർട്ട് അല്ലെങ്കിൽ കൾച്ചർ, അത് സെക്യുലർ എലമെന്റ്സ് അത് ഭീകരമായിരുന്നു. അവർ കൂടുതൽ സെക്യുലർ എലമെന്റ്സ് ആണ് ചെയ്തിരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ടെക്സ്റ്റിന് അതിങ്ങനെ ഉണ്ടോ? അപൂർവമായിട്ട് ഉണ്ടായിരിക്കാം, ഇല്ലെന്നല്ല പറയുന്നത്. ഇപ്പം പള്ളികളുടെ പടങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥന, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ
വരച്ച് വെച്ചിട്ടേ ഇല്ല എന്നല്ല പറയുന്നത്. ലാർജ്ലി എന്താന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ബി കറക്റ്റ് ആണ്, ആറ് കറക്റ്റ് ആണ്. ഇത് ബേസിക് ഫാക്ട് ആണ്. ഓക്കെ. പിന്നീട് എ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഒരിക്കലും പേർഷ്യൻ പെയിന്റിങ്ങിന്റെ ഒരു സബ്സെറ്റോ ബ്രാഞ്ചോ ഒന്നും അല്ല ഇന്ത്യയുടെ പെയിന്റിങ്. നമുക്ക് സ്വന്തമായിട്ട് എന്താ പറയാ, ഒരു തനതായിട്ടുള്ള മ്യൂറൽ അല്ലെങ്കിൽ മിനിയേച്ചർ പെയിന്റിങ്സിന്റെ ഒരു പാരമ്പര്യമുണ്ട്. പേർഷ്യയുടെ പാരമ്പര്യം കണം കൊള്ളേണ്ട അവസ്ഥ നമുക്കില്ല. ഓക്കെ. യെസ്. ഇതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരെ ഫോറിനേഴ്സ് എന്ന് കണക്കാക്കുന്നത്? മുഗളന്മാരെയോ അല്ലെങ്കിൽ സുൽത്താൻമാരെയോ നമ്മൾ വിദേശീയരെന്നല്ല കണക്കാക്കുന്നത്, അവർ ഇന്ത്യക്കാരായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പൊ അവർ അഫ്ഗാനിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരുന്നു. അവര് പുറത്തുനിന്ന് വന്ന് ഇന്ത്യയെ ആക്രമിച്ച ആൾക്കാരാണ്. സ്റ്റിൽ നമ്മൾ അവരെ കണക്കാക്കുന്നത് ഇന്ത്യയുടെ കൾച്ചറിന്റെ ഭാഗമുണ്ട്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം 1857 റിവോൾട്ടിന്റെ സമയത്ത് ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും എല്ലാവരും അവരുടെ രാജാവായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാ? മുഗൾ രാജാവായ ബഹദൂർ ഷാ സഫറിനെയാണ്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബ്രിട്ടീഷുകാരെ നമ്മൾ ഇപ്പോഴും വിദേശീയരെന്ന് പറയുന്നു, പക്ഷെ മുഗളന്മാരും സുൽത്താൻമാരും ഒക്കെ എന്താണ്? സുൽത്താൻമാരെ പിന്നെ വിടാം, പക്ഷെ മുഗൾമാരെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മെജസ്റ്റിക് സംഭവമാണ്. ബിക്കോസ് അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി ഇന്ത്യൻ കൾച്ചറിനോട് ലയിച്ച് ചേർന്നിട്ടുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു രാജ്യത്തും ആ രാജ്യത്തിലെ പൂർവികരൊന്നും അല്ല അവിടെ ജീവിക്കുന്നത്, അല്ലാതെ പലയിടത്തും വന്നിട്ടുള്ള ആൾക്കാർ ജീവിക്കുക, അല്ലെ? പക്ഷേ ബ്രിട്ടീഷുകാർ ചെയ്തത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യയിലെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി ബ്രിട്ടനിലോട്ട് കൊണ്ടുപോകുന്നു, അവിടെയുള്ള അവരുടെ കുടുംബത്തിനെ പരിപോഷിപ്പിക്കുന്നു. അതാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. പക്ഷെ മുഗളന്മാരാണെങ്കിലും സുൽത്താൻമാരാണെങ്കിലും എല്ലാവരും ചെയ്ത പരിപാടി എന്താ? അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ തന്നെ താമസിച്ച് ഇന്ത്യൻ കൾച്ചറിനെ പരിപോഷിപ്പിച്ച് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭാഗമായി മാറി. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരെ വിദേശീയരെ കണക്കാക്കുന്നതും മുഗളന്മാരെ ഈ പറയുന്ന പോലെ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിന്റെ ഒരു ഐഡിയ, ചരിത്ര ബോധം നിങ്ങൾ കിട്ടുന്നുണ്ടോ? ഒരു ചരിത്രത്തിന്റെ ബോധം. യെസ്. സുൽത്താൻമാരെ നമ്മൾ അങ്ങനെ പറയാറില്ല, പക്ഷെ മുഗളന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അനദർ ലീഗ്. അക്ബറിന്റെ ചരിത്രം നമുക്ക് അറിയാലോ, അല്ലെ? യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിനെ പറ്റിയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എന്താണ്? കേരള ഗാന്ധി എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ശരിയാണ്. ഇത് എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ശരിയാണ്, അല്ലെ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ഉള്ളത്, ഇത് ഡിസ്കസ് ചെയ്ത ഒരു സമയം കളയണ്ട. നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം, അല്ലെ? റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് പോകാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് ഉത്തരം വരും. ആരാണ് ടെമ്പിൾ എൻട്രി അല്ലെങ്കിൽ ക്ഷേത്ര പ്രവേശത്തിന് പണ്ടെന്താ അധസ്ഥിത വർഗത്തിന് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇതിനെതിരായിട്ട് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കാക്കിനാട സമ്മേളനത്തിൽ 1923 പ്രസംഗിച്ചത് ആരാണ്? യെസ്, വെരി ഗുഡ്. ടി.കെ. മാധവനാണ്. സ്ഥിരം PSC ചോദ്യമാണ്, അല്ലെ? യെസ്. അഗെയിൻ ടി.കെ. മാധവനെ സംബന്ധിക്കുന്ന അഡീഷണൽ ഡേറ്റ എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിക്കാം. സെറ്റ് അല്ലേ? നമുക്ക് അടുത്തൊരു റാങ്ക് മേക്കിംഗ് സംഭവമാണ് വരാൻ പോണേ. നമുക്കൊന്ന് ശ്രദ്ധിച്ചത് നോക്കാം. ഓക്കെ. ചോദ്യം എന്താണ്? കേരളത്തിൽ വന്നിട്ടുള്ള വൈദേശികരായിട്ടുള്ള സഞ്ചാരികൾ, മാർക്കോ പോളോ, ഇബൻ ബത്തൂത്ത, അല്ലെ? ഇവരെ പറ്റി ചോദ്യങ്ങൾ വരാം. നല്ല രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇതിന്റെ ഒരു ആൻസർ എന്തെങ്കിലും നോക്കാം. ചോദ്യം എന്താണ്? വിത്ത് റെഫറൻസ് ടു വിസിറ്റേഴ്സ് ഓഫ് ഫോറിൻ ട്രാവലേഴ്സ് ടു കേരള കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ഒന്ന് വായിച്ചിട്ട് അതിന്റെ ഉത്തരം എന്ത് വരും എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? മാർക്കോ പോളോ ഡിസ്ക്രൈബ് ദ പ്രോസ്പെരിറ്റി ആൻഡ് സ്പൈസ് ട്രേഡ് ഓഫ് മലബാർ റീജിയൻ ഇൻ ഹിസ് വർക്ക് ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ. മാർക്കോ പോളോയുടെ യാത്രകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം കേരളത്തിന്റെ മലബാറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇബൻ ബത്തൂത്തയുടെ പുസ്തകത്തിനകത്ത് സാമൂരിൻ കാലിക്കട്ട്, അല്ലെ, കോഴിക്കോട്ടെ സാമൂതിരിമാരെ പറ്റി റിഹ്ള എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഇബിൻ ബത്തൂത്തയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഏതാണെന്നുള്ളത് ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യമാണ്. റിഹ്ളയാണ് അതിന് ഉത്തരം. ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യം. ഇബിൻ ബത്തൂത്തയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൃതി അത് റിഹ്ള, അല്ലെ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണോ അതോ തെറ്റാണോ? നിങ്ങൾക്ക് തോന്നുന്നു? രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരി തന്നെയാണ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. നമുക്ക് ഇതിനകത്ത്
കുറച്ച് ട്രാവലേഴ്സിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടണം. ഫോർ എക്സാമ്പിൾ മെഗാസ്തനീസ് അല്ലെ, ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമുള്ള മെഗാസ്തനീസിന്റെ ഏറ്റവും ചന്ദ്രഗുപ്ത മൗര്യന്റെ എന്താ പറയാ കൊട്ടാര സദസ്സിൽ അങ്ങൊക്കെ ആയിരുന്നു അല്ലെ മെഗാസ്തനീസ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, അത് ഏതാണ്? ഇൻഡിക്ക. ഇൻഡിക്ക ഇൻഡിക്ക ഇതിനകത്തും സൗത്ത് ഇന്ത്യയിലെ പാണ്ഡ്യ രാജാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. ഇദ്ദേഹം ഇവിടെ ഡയറക്റ്റ്ലി വന്നങ്ങനെ പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലെ, മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്ഥിരം ചോദ്യമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ. പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ, എറിത്രിയൻ ചെങ്കടല്, അതൊക്കെ നമുക്കറിയാം. ഇപ്പൊ ന്യൂസിനകത്ത് കത്തി നിൽക്കുകയാണ്. ഇതിനകത്ത് കൊടുങ്ങല്ലൂരിനെ പറ്റി പറയുന്നത് അല്ലെ, മുച്ചിറി എന്ന് പറയുന്ന നമ്മുടെ തുറമുഖത്തെ പറ്റി പറയുന്നത്. ഈ ബുക്ക് എഴുതാരാ? ഈ പുസ്തകം എഴുതാരാ? പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ. ആർക്കും അറിയത്തില്ല ഈ പുസ്തകം എഴുതാരാന്നുള്ളത്. നോ വൺ നോസ്. ഓക്കെ. അടുത്ത പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി. ഇവരൊന്നും കേരളം വന്ന് സന്ദർശിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. കേരളത്തിനെ പറ്റി നമ്മുടെ സിലബസിനകത്ത് എടുത്ത് പറയുന്ന ഒരു ടോപ്പിക്. ഇത് ഏത് സിലബസ് നിന്റെ ഭാഗത്തുള്ള ചോദ്യമാണ്? സിലബസിനകത്തെ ഏത് പാർട്ട് നിന്നുള്ള ചോദ്യം ഇത് എന്ന് പറഞ്ഞേ. ലിറ്ററേച്ചർ സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി അല്ലെ, കേരള ചരിത്രത്തിനെ പറ്റിയുള്ള സാഹിത്യ സ്രോതസ് നമ്മുടെ സിലബസിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതൊക്കെ. നമ്മൾ ഒരു ടോപ്പിക് ആണത് ഏത് സിലബസിന്റെ പാർട്ടാണ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പം പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട് അല്ലെ, ഇതിനകത്തും കേരളത്തിന്റെ ചരിത്രത്തിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഗ്രീക്ക് ജോഗ്രഫർ ആയിരുന്ന ടോളമി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, ജോഗ്രഫിയ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മലബാറിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊന്ന് നോക്കിയോണേ, വെരി ഇമ്പോർട്ടന്റ് ഏരിയസ് ആണ്. യെസ്, വെരി ഗുഡ്. പ്രോ ലേണർ ഇൻ ലിറ്റററി സോഴ്സസ്. അതിന് ബാക്കിയുള്ള ചൈനീസ് ട്രാവലേഴ്സിനെ പറ്റി പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എക്സുവാങ്സാങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ. നമുക്കിനി വേൾഡ് ഹിസ്റ്ററിയുടെ കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇനി ഇതാണ് പറഞ്ഞത്, അറിവാണ് ആയുധം. പക്ഷെ അറിവ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അത് വായിച്ച് പഠിച്ച് കോളമാക്കി വെക്കില്ല. ആ ഒരു മെന്റാലിറ്റി ഈ ചോദ്യം നോക്കിയേ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് സെൻട്രൽ പവർ അല്ലെ, കേന്ദ്ര ശക്തികളായിട്ട് നിന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദ്യം. യുദ്ധത്തിൽ 2 ടീം ഉണ്ടായിരുന്നോ? സെൻട്രൽ പവർ ജർമ്മനി എന്തായാലും ഉണ്ടെന്ന് അറിയാം. ജർമ്മനിയോട് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ജർമ്മനി, ഓസ്ട്രോ ഹംഗേറിയൻ എംപയർ അല്ലെ, ഓട്ടോമാൻ എംപയർ, ഈ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഉത്തരം ചെയ്യാണ് സെൻട്രൽ പവർ. സെന്റർ എന്ന് പറയുമ്പോൾ ഒന്ന് വട്ടത്തിലിരിക്കുന്ന സംഭവമാണല്ലോ സെന്റർ, വട്ടത്തിലിരിക്കുകയല്ലേ. ജർമ്മനി എന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ എന്ത് കഴിക്കും? ഇഡലിയോ ദോശയോ ബർഗറോ ഒക്കെ കഴിക്കും. ഹംഗറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വട്ടത്തിലിരിക്കുന്ന സാധനങ്ങൾ കഴിക്കാൻ പോന്നെ. അങ്ങനെ ഓർത്തിരുന്നേ. അടുത്ത് എന്താണ്? ഓട്ടോമാൻ എംപയർ. ഓട്ട എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനകത്ത് തന്നെ വട്ടമുണ്ട് അല്ലെ, അത് വട്ടത്തിൽ സെന്ററിലല്ലേ ഇരിക്കുന്ന. സെന്റർ സെറ്റ് ആണല്ലോ, അത് തിരിഞ്ഞു പോലെ. ഈ രാജ്യങ്ങളൊക്കെ ഇന്ന് എവിടെയാണ്? ഓസ്ട്രോ ഹംഗേറിയൻ എംപയറും ഓട്ടോമൻ എംപയർ, ഈ രാജ്യമൊക്കെ എവിടെ പോയി? അതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പവർ ആയിരുന്നു. രാജ്യങ്ങൾ വരെ അപ്രത്യക്ഷമായി. അതായത് റോമ സാമ്രാജ്യത്തെ പറ്റി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. റോമിനേക്കാൾ പവർഫുൾ ആയിരുന്നു പിള്ളേരെ ഓട്ടോമാൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിന് ഇവരുടെ ചരിത്രം പഠിക്കാൻ PSCയിലും ഇല്ല, UPSCയിലും ഇല്ല. പക്ഷെ ഓട്ടോമാന്റെ ചരിത്രം പഠിക്കാതെ ലോക ചരിത്രം കംപ്ലീറ്റ് ആവില്ല. വലിയ നഷ്ടമാണ് ഓട്ടോമാന്റെ ചരിത്രം നമ്മുടെ സിലബസിൽ ഇല്ലാത്തത്. അപ്പം അത്രയും വലിയ ഒരു എന്താ പറയാ ചരിത്രമാണ്. റോമൻസിനേക്കാളും ഏഷ്യൻസ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഓട്ടോമൻസിന്റെ ചരിത്രം. റൈറ്റ്. ഇവിടെ അടുത്തൊരു ചോദ്യമുണ്ട്. ഇറ്റലിയെ നമ്മളൊരു പേര് വിളിക്കുമല്ലോ. ഒന്നാം ലോക മഹായുദ്ധക്കാലത്ത് നമ്മൾ ഇറ്റലിയെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരെന്താ? യെസ്, അനന്തു. വെരി ഗുഡ്. ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് അനന്ത ഉത്തരം തന്നു അല്ലെ. കുറുനരി. ഒന്നാം ലോക മഹായുദ്ധത്തിലെ കുറുനരി ആരാണെന്നാണ് ചോദ്യം അല്ലെ. ഡോറ ദ എക്സ്പ്ലോറർ കാർട്ടൂൺ കാണുന്ന ആൾക്കാർക്കൊക്കെ കുറുനരിയെ പറ്റി അറിയായിരിക്കും. പക്ഷെ ഇത് ആ കുറുനരി അല്ല, ഈ കുറുനരി ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കാല് മാറിയ ഒരു കുറുനരിയാണ് അല്ലെ. ഈ യുദ്ധത്തിന്റെ തുടക്ക സമയത്തൊക്കെ ഇറ്റലി ജർമ്മനിയുടെയും ഓസ്ട്രോ ഹംഗേറിയൻ ഒറ്റോമൻ എംപയറിന്റെ കൂടെയായിരുന്നു നിന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റലി കാല് മാറി
ഫ്രാൻസിന്റെ കൂടെ സോവിയറ്റ് യൂണിയന്റെ കൂടെ പോയി യുദ്ധം ചെയ്തു. കുറച്ച് കാലം സേഫ് ആയിട്ട് ഇവരോട് നിന്നു. പിന്നെ സേഫ് അല്ല, ഷാജിയായിട്ട് അവിടെ സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അങ്ങോട്ട് ചാടിക്കളിച്ചു. കുറുന്തരിയെന്നോ കുമ്പിടിയെന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇറ്റലിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു ഒരു സിദ്ധാന്തം പോലെ യൂറോപ്പിലുണ്ട്. എപ്പോഴാ കാലം മാറുന്നത് പറയാൻ പറ്റില്ല. റൈറ്റ്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇറ്റലി ജർമ്മനിയുടെ കൂടെ നിന്നില്ലേ ഫൈറ്റ് ചെയ്ത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ കാലം മാറി, സമ്മതിക്കുന്നു. പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലി ജർമ്മനിയുടെ കൂടെ നിന്നത് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്? എന്റെ വേൾഡ് ഹിസ്റ്ററി ക്ലാസ് കണ്ടിട്ടുള്ള പിള്ളേർ എന്ന് പറഞ്ഞേ. യെസ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഇറ്റലിക്ക് കൊടുത്തൊരു വാക്കുണ്ട്, നിനക്ക് കുറെ ലാൻഡ് ഞങ്ങൾ തരാം ജയിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് നീ ഇങ്ങ് വാ. ആ വാക്ക് വിശ്വസിച്ചാണ് ഇറ്റലി ഇവരെ തേച്ചിട്ട് ബ്രിട്ടന്റെ കൂടെ പോയി യുദ്ധം ചെയ്തത്. ഇപ്പൊ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടൻ കാലം മാറി, അല്ലെ? ഇപ്പൊ മാൻഡേറ്റ് എന്നൊക്കെ പറയുന്ന സിസ്റ്റത്തിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കാലം മാറിയപ്പോഴത്തേക്കും ഇറ്റലിക്ക് മനസ്സിലായി, യെസ്, ബ്രിട്ടനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആ വൈരാഗ്യത്തിന്റെ പുറത്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മുസോളിനി എന്ത് ചെയ്തത്? ബ്രിട്ടന്റെ കൂടെ ചേരാതെ ഹിറ്റ്ലറിന്റെ കൂടെ ചേർന്നത്, ജർമ്മനിയുടെ കൂടെ ചേർന്ന് യുദ്ധം നടത്തിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലം മാറാൻ പോയില്ല. അവര് ഫസ്റ്റ് വേൾഡ് വാർ കാലം മാറിയതിന്റെ ഒരു ഭവിഷ്യത്തൊക്കെ മനസ്സിലായല്ലോ. ശത്രുവിന്റെ ശത്രുമിത്രം, അതെ തന്നെ. റൈറ്റ്. അപ്പോ ഇതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ള ഡേറ്റ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പവേഴ്സ് ആരൊക്കെയായിരുന്നു? അലൈഡ് പവേഴ്സ് അല്ലെ? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, USA, ഇവരൊക്കെയാണ് അലൈഡ് പവേഴ്സിനകത്ത് ഉണ്ടായിരുന്ന ടീംസ് അല്ലെ? യെസ്. ഓർത്തിരിക്കുക. ഇവിടെ റാങ്ക് മേക്കിങ്ങിന്റെ വരാൻ പോകുന്നൊരു ചോദ്യമുണ്ട്. ബൾഗേറിയ എവിടെയായിരുന്നത്? ബൾഗേറിയയും അതൊരു ബാൾട്ടിക് രാജ്യമാണ് അല്ലെ? ബൾഗേറിയയും സെൻട്രൽ പവർ ജർമ്മനിയുടെ കൂടെ നിന്നാണ് യുദ്ധം ചെയ്തത്. ഓക്കെ. ബൾഗേറിയ സെൻട്രൽ പവർ ആയിരുന്നത് ഓർത്തിരിക്കുക. സെറ്റാണല്ലോ. അഡീഷണൽ ഡേറ്റാസ് നമുക്ക് വായിച്ചു നോക്കിയെന്ന്. നമുക്ക് ന്യൂസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂസ് പേപ്പർ നിറഞ്ഞ് കവിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ. ഏതാണ് ആ വിഷയം? എബ്രഹാം അക്കോർഡ്. ഇപ്പോ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുവാണ് അല്ലെ? ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നത് ന്യൂസിൽ പിന്നെ വന്നിട്ടുണ്ട്. എന്താണ് എബ്രഹാം അക്കോർഡ്? തലമുറകളായിട്ടുള്ള വൈരാഗ്യമാണ് അറബ്സിനും ഇസ്രായേലിനും ഇടയിൽ നിലനിന്നിരുന്നത്. പക്ഷേ എബ്രഹാം അക്കോർഡ് 2020 എബ്രഹാം അക്കോർഡ് വന്നതിന് ശേഷമാണ് പിന്നെ അതിനൊരു റിലാക്സേഷൻ വന്നത് അല്ലെ? ഇസ്രായേലും പിന്നെ ചില അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് സോൾവ് ആക്കി ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകാം എന്നുള്ളൊരു രീതിയിലാണ് എപ്സ്റ്റീൻ ഫയലിന്റെ ഒക്കെ കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. അപ്പോ അതിന്റെ ചരിത്രം കുറച്ച് ഡാർക്കാണ്. തൽക്കാലം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇത് മാത്രം പഠിക്കുക അല്ലെ? ഇസ്രായേലിന്റെ ചില അറബ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് ഈ പറയുന്ന എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത്. ഇതിന് എബ്രഹാം എന്നുള്ള പേര് എന്തുകൊണ്ടാണ് കൊടുത്തത്? എബ്രഹാം എന്നുള്ള പേര് എന്തുകൊണ്ടാണ് കൊടുത്തത്? എബ്രഹാം എന്നുള്ള പേരും ഈ അക്കോർഡ് തമ്മിൽ എന്താണ് ബന്ധം? എബ്രഹാം ആണോ ഈ അക്കോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഇത് ബ്രോക്കർ ചെയ്തത്. അവരാണ് ഇതെല്ലാം നടുക്ക് നിന്ന് കാര്യങ്ങൾക്ക് ഡീൽ ചെയ്ത് കൊടുത്തത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്. ഇസ്രായേൽ ഒരു യഹൂദ രാഷ്ട്രമാണ് അല്ലെ? അറബ് കൺട്രീസ് ഇസ്ലാമിക് കൾച്ചർ ഫോളോ ചെയ്യുന്ന രാഷ്ട്രം. ഈ എബ്രഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് മതത്തിലുള്ള ഒരു പാട്രിയാർക്ക അല്ലെ? ഈ മൂന്ന് മതത്തിനും വളരെ ഫേമസ് ആണല്ലോ. ബിബ്ലിക്കലി അല്ലെങ്കിൽ ഖുറാൻ പെർസ്പെക്റ്റീവിലാണെങ്കിലും യഹൂദന്മാരുടെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ ആണ് എബ്രഹാം. എല്ലാവർക്കും ഉള്ളൊരു മനുഷ്യനാണ് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് എബ്രഹാം അക്കോർഡ് എന്നുള്ള പേര്. പേര് തന്നെ ഉണ്ട്. ആ പേര് വെച്ച് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എബ്രഹാം അല്ലെ? ഇതൊക്കെ എബ്രഹാമിക് റിലീജിയൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് പോലും. അതാണ് ഇതെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ജുദായിസം ആയിക്കോട്ടെ, അവരാണ് പിന്നീട് പരസ്പരം ഇപ്പൊ കോൺഫ്ലിക്റ്റിൽ നിലനിൽക്കുന്നത്. അതാണ് അതിന്റെ ഒരു ട്രാജഡി. ഇപ്പൊ മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്ന്, ഒപ്പിയമാണെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതിന്റെ ബേസിക് റീസൺ ഇതാ. ഒന്നുകിൽ രണ്ട് മതങ്ങൾ തമ്മിൽ അടിയുണ്ടാകും അല്ലെ? ഇപ്പോ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, കുരിശുയുദ്ധങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നതാ. അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ദശാവതാര സിനിമ കണ്ടിട്ടില്ലേ?
ഇപ്പം മറ്റ് മതങ്ങളുമായിട്ട് കോൺഫ്ലിക്ട് ചെയ്യാൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മതത്തിനുള്ളിൽ സ്പർദ്ധ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഇസ്ലാമിനകത്ത് ഷിയ സുന്നി ഉടക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വൈഷ്ണവേറ്റ്സും ഷൈവേറ്റ്സും ഉടക്കില്ല. അന്ന് വേറെ മതങ്ങളില്ല. അപ്പം മതത്തിന് പ്രശ്നം ഒന്നുകിൽ മറ്റു മതങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോകും, വേറെ മതത്തിലൊന്നും കൈ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പരസ്പരം മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യും അല്ലേ? അപ്പോൾ ദശാവതാര സിനിമയിൽ കാണിക്കുന്നതൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ചരിത്രമാണ്. ഷൈവൈറ്റ്സും വൈഷ്ണവേറ്റ്സും തമ്മിൽ അത്രയും ഘോരമായിട്ടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിന്നിട്ടുള്ള കാലഘട്ടം ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതൊക്കെ അതുകൊണ്ടായിരിക്കാം ഇപ്പൊ നോർഡിക് കൺട്രീസ് അല്ലെ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഫിൻലൻഡ് ഒക്കെ അവിടുത്തെ ആൾക്കാർക്ക് മതത്തിനോട് വലിയ മമതയൊന്നുമില്ല. വിദ്യാഭ്യാസം അല്ലെങ്കിൽ നോളജ് വരുന്നു, അവർ അക്യുമുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം റിലീജിയന്റെ സിഗ്നിഫിക്കൻസ് വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്ക് സ്ഥിരമായി അടിക്കുന്ന, കഴിഞ്ഞ 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഫസ്റ്റ് റാങ്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്? കറണ്ട് അഫയർ ക്വസ്റ്റൻ. ഫിൻലാൻഡ്. ഫിൻലാൻഡ് അല്ലേ? ഫിൻലാൻഡ്. വെരി ഗുഡ്. യെസ്, ഫൺ ലാൻഡ് ആണ് നല്ലത്. ഫൺ, ഭയങ്കര ഫണ്ണാണ് അവിടെ ജീവിക്കണം എന്ന് ആലോചിച്ചത് അല്ലേ? ഫിൻലാൻഡ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാർസോ പാക്ട് സ്ഥിരം പി സി ചോദ്യം അല്ലെ? വാർസോ പാക്ട് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു പിള്ളേരെ? യെസ്, ഷീന, ചോയ, വിഷ്ണുപ്രിയ, വിഭ, കറക്റ്റ് ആൻസർ. എന്തായിരുന്നു വാർസോ പാക്ട്? എല്ലാവർക്കും അറിയാം. റഷ്യ സ്റ്റാർട്ട് ചെയ്ത കോൾഡ് വാറിന്റെ സമയത്ത് റഷ്യ ആരംഭിച്ച ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം കുറച്ച് ഡിഫറെന്റ് ആണ്. പണ്ട് പി സി പണ്ട് ചോദിക്കുന്നത് എങ്ങനെ? വാർസോ പാക്ട് ഉണ്ടായ വർഷം, വാർസോ പാക്ടിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏത് രാജ്യമാണ് വാർസോ പാക്ട് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെയൊക്കെ ഒരു വിഷയം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ചോദ്യം കണ്ടോ? വാർസോ പാക്ട് വാസ് പ്രൈമർലി ഫോംഡ് ആസ് എ റെസ്പോൺസ് ടു, എന്തിനുള്ള പ്രതികരണമായിട്ടാണ് വാർസോ പാക്ട് ഉണ്ടായതെന്നാണ് ചോദ്യം അല്ലെ? എന്തിനുള്ള പ്രതികരണമായിട്ടായിരിക്കും? റഷ്യ ഇത് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് എന്തായാലും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകൾക്കോ എതിരായുള്ള പ്രതികാരമായിരിക്കുമല്ലോ. എക്സ്പാൻഷൻ ഓഫ് നാറ്റോ. കറണ്ട് അഫയേഴ്സിലുണ്ട് പിള്ളേർ, ഇതൊക്കെ കറണ്ട് അഫയേഴ്സിലുണ്ട്, ഹിസ്റ്ററി ലെസൺസിലുണ്ട്. അതായത് അമേരിക്ക നാറ്റോയിൽ നിന്നും പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ന്യൂസ് നടക്കുകയാണ്. അമേരിക്കയാണ് നാറ്റോ സൃഷ്ടിച്ചു തന്നെ. ഇപ്പൊ അവര് ട്രംപിന് നാറ്റോയുടെ വലിയ താല്പര്യമില്ല. ഈ 2ാം ലോക മഹായുദ്ധത്തില് ആക്ച്വലി 2 ചേരിയാണ് ലോകം തിരിയോ 2ാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചപ്പോ. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റലിസ്റ്റുകളും റഷ്യയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളും അല്ലെ? സോ അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നാറ്റോ സൃഷ്ടിച്ചു. അത് കണ്ടുകൊണ്ട് റഷ്യക്ക് വെറുതെ ഇരിക്കാൻ പോകും. അപ്പൊ അതിന്റെ ഒരു പ്രതികരണം, ഒരു പ്രതികാരം, ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്? വാർസോ പാക്ട് അവർ സ്റ്റാർട്ട് ചെയ്തത്. ക്ലിയർ ആണല്ലോ? യെസ്. ഓ, സൂമിങ് കുറച്ച് കൂടിപ്പോയി അല്ലേ? സോറി. ഓക്കെ, ഇപ്പൊ സെറ്റ് ആണ്. ഓക്കെ, ഇപ്പം ക്ലിയർ ആണല്ലോ? ഓക്കെ, സൂം ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, കുറച്ചും സൂം ഔട്ട് ചെയ്തത്. റൈറ്റ്. നമുക്ക് അടുത്തൊരു ചോദ്യം. ഈ മീൻ സീ ലെവൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം കാണാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ ഒന്നുകൂടെ നോട്ട് ചെയ്തിടാം. 1 second പ്ലീസ്. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? മെയിൻ സീ ലെവൽ, എവറസ്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? അതൊക്കെ നമ്മൾ മെയിൻ സീ ലെവലിന്റെ ബേസിസിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? നമ്മൾ ഒരു സംഭവത്തിന്റെ ഉയരം കടലിന്റെ ഏകദേശം നിരപ്പിനനുസരിച്ചിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം വെള്ളം നമുക്കറിയാലോ, വെള്ളത്തിന്റെ നിരപ്പ് ലോകത്തിൽ എല്ലായിടത്തും ഏകദേശം ഒരുപോലെ ആയിരിക്കും. വെള്ളത്തിന്റെ അല്ലെങ്കിൽ കടലിന്റെ ഒരു സീ ലെവൽ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇതൊരു
ടാങ്ക് ആണ് അല്ലേ. ടാങ്കിനകത്ത് ഇങ്ങനെ വളരെ അൺഈവൻ ആയിട്ടുള്ള രീതിയിൽ ഇവിടെയുള്ള ടാങ്കാണ് നിർത്തിയത് അല്ലേ. ടാങ്കാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ലെവല് ഒന്നാവത്തില്ലേ, ഒറ്റ നിരപ്പായിരിക്കത്തില്ലേ, ഒറ്റ നിരപ്പായിരിക്കത്തില്ലേ. ഇതാണ് ഫിഗർ, സോറി ഫിഗർ ടാങ്ക് പുറത്തു, ഇതാണ് ടാങ്ക് അല്ലെ. ഇപ്പൊ ടാങ്കിനകത്ത് ഇങ്ങനെ ഇങ്ങനെ അൺഈവൻ ആയിട്ടുള്ള ഒരു ടെറൈൻ ആണെന്നിരിക്കട്ടെ, പക്ഷെ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ വെള്ളം ഒറ്റ ലെവലിലായിരിക്കത്തില്ല, അതോ വെള്ളം ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി തന്നു നിൽക്കില്ല. സെറ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം പൊതുവെ ഒരൊറ്റ നിരപ്പിലായിരിക്കും ഈ ലോകത്ത് മൊത്തം ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വസ്തുവിന്റെ ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ മീൻ സീ ലെവൽ വെച്ച് കമ്പയർ ചെയ്ത് പറയുന്നത് കുറെ കൂടെ ആക്യുറേറ്റ് ഡേറ്റയാണ്. പക്ഷേ എല്ലായിടത്തും കറക്റ്റ് ഇഞ്ചോട് ഇഞ്ച് ഒരേ രീതിയിലായിരിക്കും വെള്ളം ഉണ്ടാവുക? ഒരിക്കലും അല്ല. ഇക്വേറ്ററിൽ ഒരു 8 ഇപ്പൊ ഇത് ഭൂമിയാണെന്നുണ്ടെങ്കിൽ, ഇത് ഭൂമിയാണെങ്കിൽ ഇത് ഇക്വേറ്റർ അല്ലേ. ഈ ഇക്വേറ്ററിൽ ഇത് ഭൂമി, നടുക്കൂടെ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ സീ ലെവൽ ഒരു 8 സെന്റിമീറ്റർ ഉയരത്തിലായിരിക്കും, 8 സെന്റിമീറ്റർ. മറ്റുള്ളിടത്തും അത്ര സെന്റിമീറ്റർ ഉയരത്തിലായിരിക്കും. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കാം. അതാണ് ചോദ്യം. It is observed that near the equator the level of ocean water is about 8 centimeters higher than the middle earth. അല്ലേ. അതിന്റെ റീസൺ എന്താണെന്ന ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ വെള്ളം അല്ലെങ്കിൽ ചൂടടിക്കുമ്പോൾ പൊതുവെ എല്ലാം എക്സ്പാൻഡ് ചെയ്യാറില്ലേ, വെള്ളം ആയിക്കോട്ടെ, മെറ്റൽസ് ആയിക്കോട്ടെ. ഇപ്പൊ മാർച്ച് മാസമാണ്, നമ്മുടെ ഇവിടെ കഥവൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണ്? മാർച്ച് മാസം ആകുമ്പോൾ ചൂട് കൂടും, അപ്പം ഡോറും അതും ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ കഥവൊക്കെ അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല, എല്ലാം എക്സ്പാൻഡ് ചെയ്യുക ചൂട് കൂടുമ്പോൾ. അതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേറ്റർ ആണ്. അതുകൊണ്ട് ഇക്വേറ്ററിലെ വാട്ടർ കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈറ്റ് കുറച്ച് കൂടും. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. ഇത് സംഭവിക്കുന്നത് ക്ലിയർ ആണല്ലോ, റൈറ്റ്. ഇതിനകത്ത് ഒരു കാരണം കൂടെ ഉണ്ട്. ആർക്ക് പറയാൻ പറ്റും ആ കാരണം? ഒരു കാരണം കൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റും? എന്തുകൊണ്ടായിരിക്കും ഇക്വേറ്ററിൽ മാത്രം വെള്ളം കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നത്? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇങ്ങനെ പോകാൻ ടെൻഡൻസി ഇല്ലേ. നമ്മളിപ്പോ ഒരു ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും അല്ലെ. സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് ഒരു വസ്തുവിന് പുറത്തേക്ക് പോകാനുള്ള ഫോഴ്സ്. ഇപ്പൊ നമ്മള് ഒരു വെള്ളയ്ക്ക അല്ലെങ്കിൽ ഒരു ബോൾ കയറിയിട്ട് കറക്കുവാണെങ്കിൽ പിടി വിട്ട് കഴിഞ്ഞാൽ ബോളങ്ങ് തെറിച്ചു പോകില്ലേ. അപ്പൊ പുറത്തേക്ക് പോകാനൊരു ടെൻഡൻസി അതിനുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ഉണ്ട്. ഈ സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ഈ ഇക്വറ്റോറിയൽ റീജിയനിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വെള്ളം കുറച്ച് ബൾജ് ചെയ്തിങ്ങനെ ഇരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. ഇങ്ങോട്ട് കറങ്ങുന്നില്ല. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ എക്സാക്ട്ലി വിഷ്ണു. റൈറ്റ്. യെസ്, ടാൻജൻഷ്യൽ വേ. എക്സാക്ട്ലി ടാൻജന്റ് ആണെങ്കിൽ പോകും. പിന്നെ ഓഷ്യാനോളജി നിങ്ങൾ നോക്കണം. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡേറ്റ എല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് വരുന്നുണ്ടോ? റിവിഷൻ ക്ലാസ്സിനകത്ത് മാക്സിമം പോയിന്റ് ടച്ചപ്പ് ചെയ്ത് പോകും. എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചോളൂ. അടുത്ത ചോദ്യം ഇതാണ്, 12ാമത്തെ ചോദ്യം. ലോജിക്ക് വെച്ച് മാത്രം ആലോചിച്ച് ഉത്തരം പറയാം. വാട്ടർ വേപ്പറിനെ പറ്റിയുള്ള ചോദ്യമാണ്. വാട്ടർ വേപ്പർ 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നീരാവി, വാട്ടർ വേപ്പർ അല്ലെ. അത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ്, ഉയരം കൂടുന്നതനുസരിച്ചിട്ട് നീരാവിയും കൂടും എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് നോക്കിയോണേ. എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയാണെന്ന് ചോദ്യം. അല്ല സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ, 2 ശരിയാണോ, 3 ശരിയാണോ എന്നല്ല. ടോട്ടൽ 3 എണ്ണം ഉണ്ട്. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ, 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, 3 എണ്ണം ശരിയാണോ, 1 ശരിയാണോ ചോദ്യം അല്ലെ. യെസ്, വെരി ഗുഡ്. ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്ന പറയണേ. ഹൈറ്റ് കൂടുന്നതനുസരിച്ച്
നീരാവി കൂടുമെന്ന് പറയുന്നത് അല്ലേ? അത് ശരിയാണോ? ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് നീരാവി കൂടുമോ? ഇപ്പൊ നിങ്ങൾ വർക്കല ബീച്ചിൽ പോയി നിൽക്കുമ്പോഴാണ് അത് ഹൈറ്റ് കുറവാണുള്ളത് നീരാവി കൂടുതലുള്ളത്, അതോ മൂന്നാറിൽ പോയി നിൽക്കുമ്പോഴാണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഹിമാലയത്തിന് മേലെ പോകുന്ന അവിടെ നീരാവിയാണോ? അത്യാവശ്യം ചൂടുള്ളിടത്ത് മാത്രമല്ലേ വാട്ടർ വേപ്പർ കാണുള്ളൂ അല്ലെ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും നീരാവിയുടെ അളവ് കുറഞ്ഞ് 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 വന്നോണ്ടിരിക്കും. ഓക്കെ. നീരാവി ചൂടുള്ള സാധനമെന്ന് എല്ലാവർക്കും അറിയാലോ. യെസ്, ചൂടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അത് രണ്ടാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് മോസ്റ്റ് അബൻഡന്റ് ഇൻ പോളാർ റീജിയൻസ് ഡ്യൂ ടു ലോ ടെമ്പറേച്ചർ ആൻഡ് റെഡ്യൂസ്ഡ് ഇവാപറേഷൻ. ഇത് എന്ത് തേങ്ങ ഇവര് പറയണേ? ഞങ്ങളുടെ റിസർച്ച് ടീമിൽ ഇട്ട ചോദ്യമാണ്, നിങ്ങളുടെ ആ ഒരു IET മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് ശരിയാവോ? നീരാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സംഭവം എല്ലാവർക്കും അറിയാം, വാട്ടർ വേപ്പർ. ലോ ടെമ്പറേച്ചർ ഉള്ളിടത്താണോ ഇത് വരേണ്ടത്? നോ, റോങ്. 3 ഇറ്റ് ആക്ട് ആസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആൻഡ് ഹെൽപ്പ് റെഗുലേറ്റിംഗ് എർത്ത് ടെമ്പറേച്ചർ. ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലേ? നമ്മുടെ ചൂട് കൂട്ടുന്ന ഗ്യാസ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. നീരാവി ഒരു വാതകമാണ്, ഗ്യാസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നീരാവിക്ക് ചൂടുണ്ടോ? അപ്പം സ്റ്റേറ്റ്മെന്റ് 3 ശരിയല്ലേ? അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ് അതിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. സോ ദ ആൻസർ ഈസ് എ, only one. കിട്ടിയോ? കിട്ടിയോ? റൈറ്റ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഒരു ചോദ്യം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നമ്മുടെ 82.5 ഈസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏതൊക്കെ സംസ്ഥാനത്തിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് ചോദ്യം. ഫാക്ച്വൽ ചോദ്യമാണ്, കാണാതെ പഠിക്കുന്നത് മാത്രമാണ് അതിന്റെ മാർഗം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ബ്ലാക്ക് സോയിലിനെ പറ്റിയുള്ള ചോദ്യവും ഈസിയാണ്. ബ്ലാക്ക് സോയിൽ സ്ഥിരം ചോദ്യം ഉള്ളതാണ്. നമുക്ക് എക്കണോമിക്സിലെ ഒരു ചോദ്യം നോക്കാം. എക്കണോമിക്സ്, ഡിസ്പോസിബിൾ ഇൻകം അല്ലെ? ഡിസ്പോസിബിൾ ഇൻകം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഡിസ്പോസിബിൾ ഇൻകം, ഡിസ്പോസിബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീനിങ് ആണ് ഡിസ്പോസിബിൾ അല്ലെ? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ള മീനിങ് അവിടെ ഡിസ്പോസിബിൾ. ഡിസ്പോസിബിൾ അസറ്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസറ്റ്. ഇത്രയുള്ള അതിന്റെ കോൺടെക്സ്റ്റ്. ഓക്കെ, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസറ്റ്. ഇപ്പോ എന്റെ കയ്യിൽ ഒരു 10 കോടി രൂപയുണ്ട്. പക്ഷേ അത് പല സ്ഥലത്തേക്ക് കിടക്കും. എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതിനകത്ത് 500 രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഡിസ്പോസിബിൾ എന്താ പറയാ ഫിനാൻസ് എന്ന് പറയുന്നത്, ഡിസ്പോസിബിൾ മണി എന്ന് വെച്ചാൽ 500 രൂപയാണ്. എനിക്ക് 10 കോടി രൂപ കൈയിടുന്ന ഒരു കാര്യമില്ല. കാര്യം ഐഡിയ കിട്ടിയല്ലോ. നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10,000 രൂപ ഇൻകം ഉണ്ട് എന്ന് വെക്കുക. അപ്പൊ അതിനകത്ത് ഇതിനകത്ത് ഏതായിരിക്കും ഡിസ്പോസിബിൾ ഇൻകം? പേഴ്സണൽ ഇൻകം പ്ലസ് ഡയറക്ട് ടാക്സസ് ആണോ? നാഷണൽ ഇൻകം മൈനസ് ഇൻഡയറക്ട് ടാക്സ് ആണോ? പേഴ്സണൽ ഇൻകം മൈനസ് ഇൻഡയറക്ട് ടാക്സ് ആണോ? പേഴ്സണൽ ഇൻകം പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണോ? എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് 10,000 രൂപ വരുമാനമാണ്. അതിൽ നിന്ന് 1000 രൂപ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ടാക്സ് ആയിട്ട് പിടിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്ര രൂപയുള്ളേ? 9,000 രൂപയുണ്ട് അല്ലെ? അപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള ഇൻകം എത്രയാ? 9,000 അല്ലേ? ഇതാണ് ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ കോൺസെപ്റ്റ്. മനസ്സിലായല്ലോ? പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്ട് ടാക്സസ്, സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഉടനെ റിവിഷൻ ക്ലാസ്സിലും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾറൈറ്റ്, യെസ്. സോ എനി ഡൗട്ട്സ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും സംശയമുണ്ടോ? യെസ്, അംബരീഷ്, സുചിത്ര, GK ഗോൾസ്, അനന്തു. ഇവരുടെ ആൻസർ കറക്റ്റ് ആണ്. വിഷ്ണുപ്രിയ, അക്ഷയ്, രമ്യ. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ?
നമുക്ക് ഇന്നത്തേക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? എല്ലാം സ്ട്രോങ് ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ ഗൈസ്.